ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റം നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമുക്കറിയാം, ഡിജിറ്റൽ കോച്ചിങ് എന്ന് പറഞ്ഞ വലിയൊരു പ്രൊഫഷൻ, വലിയൊരു മേഖല കേരളത്തിൽ എത്തിയത് വളരെ വൈകിയാണ്. അല്ലെ, കേരളീയ ജനത മനസ്സിലാക്കാനായിട്ട് ഒരുപാട് താമസിച്ചു. ഇപ്പോൾ പോലും പല ആളുകളും ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം നമ്മുടെ ഒരു എക്കോസിസ്റ്റം ആണ് ശരിക്കും. അതായത് പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ ഒരു കാഴ്ചപ്പാടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോബ്ലം അനുഭവപ്പെടുന്നത്. അതേസമയം വേൾഡിനെ ഒബ്സർവ് ചെയ്യുകയും ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളെ ഒബ്സർവ് ചെയ്യുകയും അതിനനുസരിച്ചുള്ളൊരു മാറ്റം അനിവാര്യമാണെന്ന തീരുമാനമെടുക്കുന്ന ആളുകളിലാണ് വലിയ രീതിയിലുള്ളൊരു മാറ്റം, കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം വരുന്നത്. നമുക്കറിയാം, ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മലയാളിയുടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് മാസീവായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആ മേഖലയിൽ, അല്ല, പുതിയ ഇന്നോവേറ്റീവായിട്ടുള്ള ആശയങ്ങളിൽ വരാത്തത്? കൂടുതലും അക്കാഡമിക്കലായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് കൂടുതൽ മലയാളികൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു നോളജിന് ഒരുപക്ഷെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. നമുക്കറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് മേഖല. പല ട്രെയിനേഴ്സും കേരളത്തിൽ നമുക്കറിയാം അറിയപ്പെടുന്ന ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. എന്നാൽ അവരിൽ പല ആളുകളും ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അതിശയോക്തി. അതുപോലെ തന്നെ ഗെയിമിംഗ് ഇൻഡസ്ട്രി, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള റെവല്യൂഷനാണ് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ക്രിപ്റ്റോ കറൻസി മേഖലയിൽ കേരളത്തിൻ്റെ സ്വീകാര്യത വളരെ കുറവാണ്. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലുള്ള കോൺസെപ്റ്റ് നമുക്കറിയാം. കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖല തന്നെ വലിയ രീതിയിൽ സഫർ ചെയ്തിരുന്നു. എന്നാൽ വലിയ രീതിയിലുള്ള അച്ചീവ്മെൻറ്റ്സ് നേടിയ കമ്പനികളും ഒരുപാട് ആളുകളുമുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ അതിനെ നോക്കിക്കാണുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ്. എന്നാൽ അതേസമയം വിദേശ രാജ്യങ്ങളിലും അതുപോലെ കേരളത്തിന് പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് ഈ പറഞ്ഞ എല്ലാ സെഗ്മെൻറ്റിനും കിട്ടിയിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, അതുപോലെ മറ്റ് പല ക്രിപ്റ്റോ കറൻസി സെഗ്മെൻ്റ് ആയാലും, ഗെയിം ഇൻഡസ്ട്രി ആയാലും, അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും, അതുപോലെ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രി ആയാലും വലിയ രീതിയിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യക്ക് പുറത്തും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള അച്ചീവേഴ്സ് ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാം ഓവൻസ്, അദ്ദേഹം വിദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മന്ത്ലി വരുമാനം ഏതാണ്ട് 20 കോടി രൂപയ്ക്ക് പുറത്താണ് മന്ത്ലി വരുമാനം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 100% വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. 2-3 എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാനാണ്. അതെല്ലാം ഫ്രീലാൻസേഴ്സാണ്. അപ്പോൾ ഈ രീതിയിൽ ഈ രീതിയിൽ വീട്ടിൽ ഇരുന്നുകൊണ്ട് 20 കോടി രൂപ വരുമാനം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം. കാരണം 20 കോടി രൂപ മന്ത്ലി വരുമാനം നേടണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ടേൺ ഓവറുള്ള ഒരു ബിസിനസ് ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബേസിലായിരിക്കും കൂടുതലും ആൾക്കാരും ചിന്തിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്ഥിതി കാണിച്ചു. അതുകൂടെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു കാര്യം മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക, ഒരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴാണ് ഓരോ വ്യക്തികളിലും വലിയ രീതിയിലുള്ളൊരു മാസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസിലേക്ക് പോകുന്നത്. അപ്പോൾ മാറ്റം ആഗ്രഹിക്കുന്ന ഏതൊരാളും പുതിയ കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുകയും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു മനസ്ഥിതി അവർ തന്നെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് അവരിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. മാറ്റങ്ങളെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ടെങ്കിലും, വലിയ ട്രെയിനേഴ്സ് സംസാരിക്കാറുണ്ടെങ്കിൽ പോലും, പക്ഷെ അവർ പോലും മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അത്ഭുതകരമായൊരു സംഗതി. ശരിക്കും ഈ 2022-2030 കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ഇൻ്റർനെറ്റ് സ്പേസിൽ, അതായത് സോഷ്യൽ മീഡിയ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ് ഇൻഡസ്ട്രി. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഇരുന്ന് മാത്രം വർക്ക് ചെയ്താൽ മതി. ഏത് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തികൾക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാം.
നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഉള്ള ഫേസ്ബുക്കിനാണ്. ബില്യൺസ് ഓഫ് യൂസേഴ്സാണ് ഫേസ്ബുക്കിന്. എന്തുകൊണ്ടാണ്? ഒന്ന്, അതിന് പണം അടയ്ക്കേണ്ട കാര്യമില്ല. ഇൻ്റർനെറ്റുള്ള ആർക്കും അത് ആക്സസ് ചെയ്യാം, മൊബൈൽ ആക്സസ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ശരിയാണോ? അപ്പോൾ ധാരാളം ആളുകൾ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെയാണ് അതിന് വലിയൊരു റവല്യൂഷൻ, ആ മേഖലയിൽ വലിയ രീതിയിലുള്ള റവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫേസ്ബുക്ക് ഗ്രൂപ്പിന് സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റൽ കോച്ചിങ് മേഖല അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോഡക്ട്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വലിയ രീതിയിലുള്ള അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷനോ അല്ല ഇന്ന കാര്യങ്ങൾ വേണമെന്ന് ഒരു തരത്തിലുള്ള നിർബന്ധങ്ങളുമില്ല. ഏത് സെഗ്മെൻറ്റിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അവർക്ക് അവരുടെ അനുഭവങ്ങളെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് അതിനെ വരുമാനമാക്കി മാറ്റാം. സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പേരൻസ്, പ്രൊഫഷണൽസ്, ഓൾഡ് ഏജ് പീപ്പിൾ, ഏത് കാറ്റഗറിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഇനി ബിസിനസ്സുകാരാണെങ്കിൽ പോലും, നിലവിലൊരു ബിസിനസ്സുണ്ട്, ആ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം അവർക്ക് ഈ ഒരു കോച്ചിങ് മേഖലയിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യകത ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു മേഖലയെക്കുറിച്ച് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റം നേടിയെടുക്കാനായിട്ട് സാധിക്കും. തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. മാറ്റം വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. തീരുമാനിച്ചാൽ മാത്രം പോരാ, ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. ഒരു മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലോകത്തോടൊപ്പം. കാരണം വരാൻ പോകുന്ന ഏറ്റവും വലിയ റവല്യൂഷനാണ് ഡിജിറ്റൽ കോച്ചിങ് പ്ലസ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് റവല്യൂഷൻ. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഞാനുമായിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ നിങ്ങൾക്ക് എൻ്റെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കൂടുതൽ ഒരു ഐഡിയ കിട്ടും. 2 മണിക്കൂർ ഡെഡിക്കേറ്റഡ് ലൈവ് വെബിനാറുകൾ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട് എല്ലാ ആഴ്ചകളിലും. അതുകൂടാതെ 30 മിനിറ്റ് ഫ്രീ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കിട്ടും. നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആയെന്ന് കരുതുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.